ഹലോ ഗൈസ്, എൻ്റെ 2-3 ദിവസത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് പാനിപൂരി കഴിക്കണം എന്നുള്ളത്. അപ്പം ഇന്ന് ഇച്ചാൻ പറഞ്ഞു ഇന്ന് എന്തായാലും എന്നെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവും ആവാം, അങ്ങനെ പാനിപൂരിയും കഴിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഓടിച്ചാടി കയറി. പക്ഷേ ഉണ്ണിക്കുട്ടനെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. പുള്ളിക്കാരന് ഹെൽമെറ്റൊന്നും ഇല്ലാതുകൊണ്ട് ഒത്തില്ല. അപ്പോൾ എന്താ ഞങ്ങൾ പാനിപൂരി കടയിലെത്തി. ഞാൻ ഭയങ്കര ഇച്ചിരി കൊതിയായിട്ട് ഇരിക്കുകയാണ് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ പാനിപൂരി കഴിക്കത്തില്ല, സേപ്പൂരി കഴിക്കത്തുള്ളൂ. ആ സേപ്പൂരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാനിങ്ങനെ പാനിപൂരിയുടെ കടയിലെ ചേട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കുക എപ്പം എനിക്ക് കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇച്ചായനോട് പറഞ്ഞേ ഒന്ന് പോയി മേടിച്ചിട്ട് വരാൻ. അങ്ങനെ ഇച്ചായന് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ആയിട്ട് എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ 2-3 ദിവസം കൊണ്ട് കൊതിച്ചിരിക്കുകയാണല്ലോ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഇച്ചായൻ കൊണ്ടുവന്നത്. 2 പ്ലേറ്റ് കൊണ്ടുവന്നു. ഒരു പ്ലേറ്റ് എനിക്കും ഒരു പ്ലേറ്റ് ഇച്ചായനും ആണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഇച്ചായൻ ഒരു പാനിപ്പൂരി ഇച്ചായൻ ഓർഡർ ചെയ്തു. പാനിപ്പൂരി എനിക്ക് അധികം ഇഷ്ടമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പാനിപ്പൂരി ഞാനും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചാൻ എനിക്ക് വായിലൊക്കെ വെച്ച് തന്നായിരുന്നേ അപ്പോൾ ഒരു പാനിപ്പൂരി. പിന്നെ അപ്പോൾ ഇച്ചാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ നമുക്ക് ഒരു റോളും കൂടെ കഴിച്ചാൽ എന്നാന്ന്. അങ്ങനെ ഞങ്ങൾ എന്തോ റോള് മേടിക്കാൻ പോയി. ഒരു ഷവർമ റോളാണ് മേടിക്കാൻ പോയത്. പക്ഷെ ഞാൻ ഷവർമ റോളും കഴിക്കത്തില്ല. അപ്പോൾ ഇച്ചാന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ പോയത്. അപ്പോൾ അവിടെ കുറച്ച് വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾ. റോള് കിട്ടിയപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ആ റോള് കഴിക്കാനുള്ള ഒരു തിടുക്കത്തിലായി. ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു വേണമെന്ന്. പക്ഷേ എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ടേസ്റ്റിയാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ചിരിച്ച് തന്നെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോവേണ്ടത്, നമ്മൾ ഉണ്ണിക്കുട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേക്ക് മേടിച്ചുകൊണ്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ലേറ്റ് ആവുന്നുണ്ട്, നമുക്കിനി കേക്ക് മേടിക്കാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്ക് വേർഡിലോട്ടായി പോക്ക്. അവന് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പേസ്ട്രീസ് ഒക്കെ. അപ്പോൾ കേക്ക് വേർഡിലാണ് ഞങ്ങൾ പോകുന്നത്. കാരണം സ്ഥിരമായിട്ട് അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മൾ കേക്ക് വേൾഡിൽ നിന്നാണ് കേക്ക് മേടിച്ചത്. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അവന് ഒരു പീസ് കേക്കാണ് മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പീസ് കേക്ക് ചോക്കോ ചിപ്സ് മേടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. കാരണം ഒത്തിരി ലേറ്റായി അവനെ ഉറക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ഈ കേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ കേക്ക്. അപ്പം ഈ പേസ്ട്രി ആൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പോവാണ്.